ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 71ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, എന്താ പറയാ, മോർണിംഗ് ആക്ടിവിറ്റി തന്നെ അത്യാവശ്യം അടിപൊളിയായിരുന്നു. കാര്യം നന്ദനയ്ക്കായിരുന്നു ഇത്തവണത്തെ മോർണിംഗ് ആക്ടിവിറ്റി കിട്ടിയിരിക്കുന്നത്. എന്ന് വെച്ചാല് അനുകരണം. ആരെങ്കിലും ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റിനെ കണ്ടുപിടിച്ച് അയാൾ ചെയ്യുന്നത് പോലെ അനുകരിക്കുക. ചെയ്യുന്നതെല്ലാം അതായത് ഇപ്പൊ തുമ്മിയ അതുപോലെ തുമ്മണം. ഇരുന്നത് പോലെ ഇരിക്കണം. എന്താണ് അതുപോലുള്ള ടാസ്കുകളാണ് കിട്ടിയിരിക്കുന്നത്. ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, അവർ ചെയ്യുന്ന പ്രവൃത്തി അതുപോലെ കോപ്പി അടിച്ച് അതുപോലെ അനുകരിച്ച് ചെയ്യുക. നന്ദനയ്ക്കാണ് അങ്ങനെ ഒരു ടാസ്ക് കിട്ടിയിരിക്കുന്നത്. നന്ദന അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്തു. പക്ഷേ നന്ദനയെ കാട്ടി ബാക്കിയുള്ള കണ്ടസ്റ്റന്റ് ആണ് നന്ദനയ്ക്ക് പണി കൊടുത്തത്, അല്ലേ? മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, എന്തൊക്കെയാ കാണിക്കുന്നത്? ജിൻഡോ അവിടെ തലയും കുത്തിയൊക്കെ നിൽക്കുന്നു. അതെ സിജോ പുഷപ്പ് എടുക്കുന്നു. അതെ, സിജോ ഷർട്ട് അ- ഊരുന്നു. അഭിഷേക് ആണെങ്കിൽ ലോങ് ജമ്പും ഹൈ ജമ്പും ആയിരുന്നു മൊത്തത്തില്. അതെ അതെ, അർജുൻ ആണെങ്കിൽ സായിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്. സെയിം അതുപോലെ തന്നെ. അതുപോലെ ശ്രീധരാണെങ്കിൽ ഡാൻസ് കളിക്കുന്നു. അതെ എല്ലാം കൊണ്ട് നന്ദനയ്ക്ക് ഒരു കോള് തന്നെയായിരുന്നു. അതെ, എന്താണ്, അത്യാവശ്യം നല്ല രീതിയിൽ നന്ദനയും പെർഫോം ചെയ്തു, ബാക്കിയുള്ളവരും അതിന് സഹകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ആ ഒരു എന്താ പറയാ, ടാസ്കിന്റെ ഒരു വിജയം, അല്ലേ മൊത്തത്തില്? അതെ അതെ. അതെ, പിന്നീട് ഈ പറഞ്ഞ പോലെ നോറ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം വീട്ടുകാർ വന്നതിന് ശേഷം അച്ഛനുമായിട്ടുണ്ടായ കുറച്ച് പ്രശ്നങ്ങൾ, എന്താ പറയാ, പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോറ ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ വീട്ടുകാരോട് പറയുകയാണ്, ഞാൻ എന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഈ പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. ആദ്യത്തെ ഈ പറയുന്ന ഒരു മാരേജ് എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. അതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു നല്ലൊരാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ടുണ്ടായ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു സങ്കടം പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ ഉൾപ്പെടെ നമ്മൾ ഈ ഒരു ചർച്ചയുടെ ഇടയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് നോറ പടം വരച്ചൊരു കാര്യം. എനിക്ക് തോന്നുന്ന ആ വീഡിയോയിൽ നമ്മൾ ആദ്യം സത്യം തന്നെ പറഞ്ഞാല് അത്രയും നല്ല എന്ത് അടിപൊളിയായിട്ടാ വരച്ചത്. അത്രയും നല്ല കഴിവുള്ള കുട്ടിയാണ്. പക്ഷെ അതിനെ അവരാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ആ ഫോട്ടോ കണ്ടിടുന്ന എല്ലാവരും, സത്യം പറഞ്ഞാൽ ഹൗസ് മേറ്റ്സുകൾ എല്ലാവരും അന്തം വിട്ടു, ഇവർക്ക് ഇത്രയും നല്ലൊരു കഴിവുണ്ടെന്നുള്ള. അതെ, പക്ഷെ സ്വന്തം വീട്ടുകാരത് അംഗീകരിക്കുന്നില്ല. മെയിനായിട്ട് വാപ്പ അത് അംഗീകരിക്കുന്നില്ല അതെ എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതെ അതെ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നീട് നടന്നതെന്ന് വെച്ചാൽ ഒരു റാങ്കിങ് ടാസ്ക് എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ്. മുൻ മുൻ അത് സീസണുകളിലും. ക്ലാസിക്കൽ ടാസ്ക് ആണ്. എല്ലാ സീസണിലും ഉണ്ടായിരുന്നതാണ്. കഴിഞ്ഞ സീസണിലും ഒക്കെ ഇഷ്ടംപോലെ കളികൾ നടന്ന സാധനമാണ്. അതെ അതെ, എന്ന് വെച്ചാല് ഇപ്പം 13 കണ്ടസ്റ്റന്റ്സ് ഉണ്ട്. 1 മുതൽ 13 വരെയുള്ള റാങ്കുകളിലേക്ക് ഓരോ സ്ഥാനത്തേക്കും ആരൊക്കെ പ്ലേസ് ആവണം, അത് ഇവർ അതാണ്. ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങൾ കൊടുക്കണം. അതിൽ എടുത്തു പറയേണ്ട ഒരാള് ജാസ്മിനാണ്. ജാസ്മിൻ 1 മുതൽ 13 വരെ സ്ഥാനത്തിന് വേണ്ടി മത്സരിച്ചു. എന്തായാലും അത്യാവശ്യം ഇന്ന് നല്ല രീതിയിൽ ജാസ്മിന് എല്ലാവരുടെ കയ്യിൽ നിന്നും വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. അതിപ്പോ എന്താ പറയാ, അർജുനായാലും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്ന സിജോയും അഭിഷേക് അഭിഷേക് ഉള്ള എല്ലാരും വാരി പറക്കിയിട്ട് കൊടുത്തു പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ തന്നെ. അത് എന്തായാലും അതിലേക്ക് നമുക്ക് പോവാം. ഈ പറയുന്ന നന്ദന ആദ്യത്തെ 1ാം സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു ആദ്യത്തെ ഒരു മുറവിളി. അതിൽ നന്ദനയാണ് ആദ്യമേ പറഞ്ഞത്. നന്ദന പറയുന്നത് വെച്ചാല്, ഞാൻ ഇവിടെ പൈസ ആഗ്രഹിച്ചാണ് വന്നത്, പൈസയ്ക്ക് വേണ്ടിയാണ് വന്നത്, ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി എനിക്ക് പൈസ ആവശ്യമാണ്, ഒരു പുതിയൊരു വീട് വെക്കാൻ വേണ്ടി പൈസ ആവശ്യമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ടാസ്കിൽ 1ാം പൊസിഷൻ തന്നെ വേണം എന്നുള്ള രീതിക്കാണ് നന്ദന പറയുന്നത്. അപ്പൊ സിജോ പറയുന്നുണ്ട്, എന്താണ്, ആ സമയത്ത് ജിൻഡോയും വരുന്നുണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ സിജോ ജിൻഡോനെ മലത്തിയടിക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. എന്താണ്, 1ാം സ്ഥാനത്ത് ജിൻഡോ എത്തിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയുടെ നിലവാരം തന്നെ ഇടിഞ്ഞു പോകും, അതുപോലെ തന്നെ വൃത്തികെട്ട ഗെയിമാണെന്നുള്ള രീതി പറയുന്നുണ്ട്. നമുക്കിതറിയാം, കഴിഞ്ഞ ദിവസം ഇവിടെ നോയ്സ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഇതേ സെയിം ഡയലോഗുകൾ തന്നെയാണ് പറഞ്ഞത്. എന്താണ്, ജിൻഡോ ഈ പറയുന്ന പോലെ ബിഗ് ബോസ് വിന്നർ ആയി കഴിഞ്ഞാല് എന്താ പറയാ, ബിഗ് ബോസ് ഷോയ്ക്ക് ഒരു അർത്ഥമില്ലാതായി പോകും എന്നൊരു സംഭവം. സെയിം അതേപോലെ ഒരു ഡയലോഗ് തന്നെയാണ് ഇപ്പോ സിജോയും പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ജിൻഡോ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യമൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ സിജോ പറഞ്ഞ പോലെ തെറിയൊക്കെ വിളിക്കുമായിരുന്നു, മോശം സംസാരമൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞാൻ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി തന്നെ, എന്ന് വെച്ചാൽ ജനങ്ങൾ തന്നെ എനിക്ക് സമയം തന്നു അതൊന്ന് മാറ്റം വരുത്താൻ വേണ്ടി. ഇപ്പൊ ഞാൻ അങ്ങനെ തെറിയൊന്നും വിളിക്കാറില്ല, ഇപ്പോ ഗെയിമിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് വെച്ച് തള്ളുന്നത്. എന്തായാലും ഈ പറഞ്ഞ പോലെ ജാസ്മിനും പറയുന്നുണ്ട്,
ജിൻഡോ എന്ന് പറയുന്നത് നിലവാരമില്ലാത്ത സംസാരമാണ്, വളരെ മോശം സംസാരമാണെന്നൊക്കെ ജിൻഡോനെ പറ്റി പറയുന്നുണ്ട്. നോറ പറയുന്നത് വെച്ചാൽ നാണമില്ലാത്ത, മാനമില്ലാത്ത, നിലവാരമില്ലാത്ത ഒരാളാണ് ജിൻഡോ എന്നുള്ള രീതിക്കാണ്. ഇതിന്റെ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഉം. തുടക്കത്തിൽ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തിയതിന്റെ ആ ഒരു മെറിറ്റിലാണ് പുള്ളി ഇപ്പോഴും ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത്, സപ്പോർട്ട് ഇടുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം അതെ ഒരു 50 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജിൻഡോ എന്തെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഒരു 50 ദിവസം വരെ പുള്ളിക്കാരി നന്നായിട്ട് ഗെയിം കളിക്കുകയെല്ലാം ചെയ്തു. പക്ഷെ പിന്നെ അങ്ങോട്ട് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. കാര്യം പക്ഷെ പ്രത്യേകിച്ച് ഒന്നും ഒരു കാര്യം ചെയ്യുന്നില്ല. പറയട്ടടാ, നമ്മള് കാണുന്നതെന്ന് പറയുന്നത് ലൈവ് ഉൾപ്പെടെ പ്ലസ് ഉൾപ്പെടെ മെയിൻ എപ്പിസോഡ് ഉൾപ്പെടെ കട്ട് ചെയ്ത സാധനമാണല്ലോ വരുന്നത്. ആരെ കാണിക്കണമെന്ന് ബിഗ് ബോസ് ആണല്ലോ തീരുമാനിക്കുന്നത്. പ്രേക്ഷകന്റെ മുന്നിലേക്ക് ഏത് വിഷ്വൽസ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എത്തിക്കേണ്ടതെന്ന് ബിഗ് ബോസ് ആണല്ലോ തീരുമാനിക്കുന്നത്. ജിൻഡോ അവിടെ കളിച്ചോ അല്ലെങ്കിൽ ആരെന്ത് കളിച്ചു എന്ന് നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ല, അത് മനസ്സിലായി. പക്ഷേ ഇപ്പൊ ഈ ഒരു ഓരോ ആഴ്ച വിലയിരുത്തി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, സാധാരണ അങ്ങനെയാണ് ശരിക്കും ഉണ്ടാവാറുള്ളത്. അതെ അങ്ങനെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. ഓരോ ആഴ്ചയും മത്സരാർത്ഥികൾ വിലയിരുത്തപ്പെടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ പക്ഷെ പണ്ടെങ്ങോ ഉണ്ടാക്കിയ ഒരു മെറിറ്റിന്റെ ബേസിൽ ജിൻഡോയ്ക്ക് ഇപ്പോഴും അന്നത്തെ ആ ഒരു വോട്ട് ഷെയർ ഇപ്പോഴും ഉണ്ടെന്നുള്ള ഒരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം പക്ഷേ എനിക്ക് തോന്നിയിട്ട് വീക്ക് ബൈ വീക്ക് പെർഫോമൻസ് നോക്കുമ്പോ ഇപ്പം പുള്ളി ഡൗൺ ആയി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എടാ ഒരു കാര്യം ചോദിക്കട്ടെ, പുള്ളിയുടെ അവസാനത്തെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാസ്ക് ഏതാണെന്ന് നിനക്കറിയാമോ? സോപ്പൊരച്ച് കഴിവൽ ടാസ്ക്. അതിന്റെ റീൽസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്. അപ്പോഴ് നമുക്ക് പുള്ളിക്കാരൻ ടാസ്ക് ചെയ്യുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മികച്ച ഒരു എതിരാളി, ഇപ്പം വാക്കുകൾ കൊണ്ട് തർക്കിക്കുന്ന ഒരു എതിരാളി എന്ന് പറയുന്നത് നമ്മുടെ ഗബ്രി ആയിരുന്നു. ഗബ്രി പോയി, അതോടുകൂടി ഈ പറയുന്ന തന്തയ്ക്ക് വിളിയും അതുപോലെ തന്നെ എന്താ പറയാ ചലവിലത്ത സംസാരവും ഇപ്പൊ അങ്ങ് ഒഴിവായി. സംസാരം സത്യത്തിൽ ഫുള്ള് ഡൗൺ ആയി. ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി ആരുമില്ല. സിജോ പോലും അതുകൊണ്ട് നമുക്ക് തോന്നുന്നതായിരിക്കാം. കാര്യം എന്ന് വെച്ചാല് ഞാൻ സത്യത്തിൽ വിചാരിച്ച സിജോ വന്നതിന് ശേഷം ഈ ജിൻഡോയ്ക്കെതിരെയായിരിക്കും വലിയൊരു വാഗ്വാദം ഉണ്ടാവുന്നതെന്നാണ് കരുതിയത്. പക്ഷെ പുള്ളിക്കാരൻ ഇപ്പൊ മൊത്തം എന്താ പറയുന്ന ട്രിഗർ ചെയ്യുന്ന പരിപാടിയാണ് ഈ പറയുന്ന നോറേനെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇത് ചെയ്തേക്കുന്നത്. ഇടയ്ക്ക് മുറയ്ക്കും ജാസ്മിനെ ഉണ്ട് കേട്ടാ, ഇടയ്ക്ക് മുറയ്ക്ക് വിട്ട് കുത്തുന്നുണ്ട്. അത് സ്ഥിരമൊന്നുമില്ല. എന്ന് ജാസ്മിന് വേണ്ടിയാണ് നോറയോട് സംസാരിച്ചത്, നോറയെടുത്ത് ശരിയാണ്. പിന്നീട് നടന്നത് 6ാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. ഈ സായിയും ശ്രീതു ഉണ്ടായിരുന്നു. അപ്പോ സായി പറഞ്ഞെന്ന് വെച്ചാല് എനിക്കിപ്പോ ഫിസിക്കലി ഞാൻ വീക്കാണ്, ഇത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന 6ാം സ്ഥാനത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പൊ ശ്രീതുവും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കൂടുതൽ വോട്ട് കിട്ടിയത് സായിക്കാണ്. അപ്പൊ സായി 6ാം സ്ഥാനത്തേക്ക് മാറി. അതിനുശേഷം 5ാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള വോട്ടിംഗ് ആണ് നടന്നത്. ഓരോരുത്തരും സംസാരിക്കുകയാണ്. ഇന്ന സ്ഥാനത്തേക്കുള്ളതൊന്നുമില്ല. അതെ സ്ഥാനം ആവശ്യപ്പെടുമ്പോ അതിന്റെ പേരിൽ ചർച്ച നടക്കുന്നതാണ്. അതെ. അപ്പൊ ജാസ്മിനും ഋഷിയുമാണ് 5ാം സ്ഥാനത്തേക്ക് വേണ്ടി താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വന്നത്. അപ്പോ സിജോ പറയുന്നതെന്ന് വെച്ചാല് ഋഷിക്കാണ് 5ാം സ്ഥാനം കിട്ടാൻ കൂടുതൽ യോഗ്യൻ. ജാസ്മിൻ ഈ പറയുന്ന ജയിലിൽ ഉൾപ്പെടെ കിടന്നിട്ടുണ്ട്. സ്വന്തം ഗെയിം മറന്നാണ് ഇത്രയും ടൈം കളിച്ചത്. ഇവിടെയുള്ള ആക്ടിവിറ്റികൾ കൊണ്ട് പുറത്തുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഈ പറയുന്ന പേഴ്സണലി ഉള്ള ഗബ്രിയുമായിട്ട് കൂട്ടിച്ചേർത്ത് കുത്തുന്ന കണക്കാണ് എനിക്ക് തോന്നിയത് സിജോ. പിന്നീട് നടന്നത് 4ാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മത്സരമായിരുന്നു. അതിൽ ഈ പറഞ്ഞ പോലെ ശ്രീതുവും റസ്മിനുമായിട്ടാണ് സംസാരം ഉണ്ടായത്. അപ്പോൾ റസ്മിനെ മലത്തിയടിക്കാൻ വേണ്ടി ശ്രീതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അർജുൻ പറഞ്ഞെന്ന് വെച്ചാല് യെല്ലോ കാർഡ് മേടിച്ച റസ്മിൻ എങ്ങനെയാണ് 4ാം സ്ഥാനത്തേക്ക് യോഗ്യത നേടുന്നത് എന്നുള്ള രീതി പറഞ്ഞതോടുകൂടി സത്യത്തിൽ റസ്മിന്റെ കാറ്റ് പോയി എന്നുള്ള രീതിക്കായിരുന്നു. പിന്നീട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ശ്രീതുവിന് 4ാം സ്ഥാനം ത്തേക്ക് തന്നെ കയറ്റി വിടുന്നു. പിന്നീട് നടന്നത് 3ാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള ഒരു ഇതായിരുന്നു. അർജുനാണ് അതിൽ മെയിൻ ആയിട്ട് നിന്നത്. അർജുൻ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ വള്ളിയും ഏറ്റെടുക്കുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. ആരാണ് ഓപ്പോസിറ്റ്? നമ്മുടെ ജാസ്മിൻ. അർജുൻ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ വള്ളിയും ഏറ്റെടുക്കാറില്ല, സംസാരിക്കേണ്ട സമയത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ പ്രശ്നങ്ങൾക്ക് ഇടപെടാതെ ഇരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോ അർജുൻ പറയുകയാണ് ഇവിടെ പല പ്രശ്നങ്ങൾക്കും ഇടപെട്ടിട്ടുള്ള ഗബ്രി ഇപ്പൊ എവിടെ പോയി എന്നുള്ള രീതിയിൽ പുള്ളിക്കാരിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളത് ഗബ്രിയും അർജുനും. ഞാനും വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൽ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുള്ളത് ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാത്തിലും വള്ളി പിടിക്കുന്ന ആളാണ് ഇപ്പൊ പുറത്ത് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ജാസ്മിനെ അതിരൂക്ഷമായിട്ട് തന്നെ കുത്തി നോവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.
അപ്പൊ ജാസ്മിൻ പറയുന്ന വെച്ചാല് ഗബ്രിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം എന്നൊക്കെ പറയുന്നുണ്ട്, അത് ന്യായീകരിക്കാൻ വേണ്ടി. പിന്നെ അങ്ങനെയെങ്കിൽ അതൊന്നും ആ വിഷയം മാറ്റാൻ വേണ്ടി ഇവിടെ ഇല്ലാത്ത ആളിനെ പറ്റി പറയേണ്ട കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ജിൻഡോ ഉൾപ്പെടെ സപ്പോർട്ട് ഈ പറയുന്ന അർജുനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിൽ അർജുൻ 3-ാം സ്ഥാനത്തേക്കും കൺഫേം ആവുന്നുണ്ട്. പിന്നീട് നടന്നത് 2-ാം സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള എന്താണ് സംസാരമാണ്. അതിൽ നോറയാണ് മെയിൻ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി പറയുന്നത് വെച്ചാൽ പൊതുകാര്യങ്ങളിൽ ഇടപെടൽ, അതുപോലെ തന്നെ പലതവണ പല ടാസ്കുകളിലായിട്ട് വയ്യാതിരുന്നിട്ട് കൂടി ഞാൻ ടാസ്കിൽ ഏറ്റവും മികവുറ്റ രീതിയിൽ തന്നെ മത്സരിച്ചു. പ്രത്യേകിച്ച് രണഭൂമിയുടെ കാര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, എന്താ പറയാ, പോരാളി അവാർഡ്, അങ്ങനെ ഒരു അവാർഡ് ഈ രണഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടാസ്കിൽ അവാർഡ് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ ജാസ്മിൻ പറയുന്നതെന്ന് വെച്ചാൽ ഏത് നോറേനെ വളർത്തിയടിക്കാൻ വേണ്ടി ജാസ്മിൻ പറയുന്നത് വെച്ചാൽ ഇതുവരെ നോറ ഇമോഷണൽ ഡ്രാമയാണ് കളിച്ചുകൊണ്ടിരുന്നത്, എന്തിനാണ് ഇത്രയും സെന്റിമെന്റ്സ് ആൾക്കാരിലേക്ക് കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിക്ക് ജാസ്മിനും പറയുന്നുണ്ട്. അപ്പൊ അപ്സരയും പറയുന്നതെന്ന് വെച്ചാല് നോറയ്ക്ക് എന്താണ് ഏതെങ്കിലും ഒരു ടാസ്കിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഫുൾ അങ്ങ് ഡൗൺ ആവും, മുഖം ഉൾപ്പെടെ മാറുന്ന രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ സിജോയും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ഒരിക്കൽ പരാജയപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരിക്കൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും ആ ടാസ്ക് ചെയ്യാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര മടിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ നോറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ജിൻഡോയ്ക്കാണ് ആ സ്ഥാനം കിട്ടുന്നത്, ഈ പറയുന്ന 2-ാം സ്ഥാനം. കാര്യം പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ജിൻഡോനെ. എന്തായാലും ഈ പറഞ്ഞ പോലെ ബിഗ് ബോസിന്റെ 1-ാം സ്ഥാനത്തേക്ക് ആരൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട്. കാര്യം ഒന്നിനു വേണ്ടിയാണല്ലോ നല്ല അടി നടക്കുന്നത്. അപ്പൊ അവസാനം അപ്സരയും അഭിഷേക് ശ്രീകുമാറും സിജോയും നന്ദനയുമാണ് അവസാനിക്കുന്നത്. ഏതാണ് 1-ാം സ്ഥാനം ഞാൻ നിൽക്കുന്നില്ല, ഇതിലും കുറെ കൂടി വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ജാസ്മിൻ 10-ാം സ്ഥാനത്തേക്ക് നൈസിനങ്ങ് വലിയുന്നുണ്ട്. കാര്യം 6-ൽ നിന്ന് കിട്ടിയില്ല, 5-ൽ നിന്ന് കിട്ടിയില്ല, 1-ലാണ് നിന്നിട്ട് ജാസ്മിൻ സംസാരിച്ച് നിന്ന് അഴുകിയനെ, ബാക്കി 3 പേരുടെ നിന്ന് പഴയ കാര്യങ്ങളെല്ലാം എടുത്ത് തോണ്ടിയിട്ടനെ. അതെ. അതില് അപ്സര പറയുന്ന വെച്ചാൽ ഞാൻ ഇവിടുത്തെ 71 ദിവസം കംപ്ലീറ്റ് ചെയ്ത് നിന്നിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് വാക്ക് പറയാൻ കാര്യം എന്താന്ന് വെച്ചാ ബാക്കിയുള്ള സിജോ എത്ര ദിവസം നിന്നിട്ടില്ല. പിന്നെ അഭിഷേക് വൈൽഡ് കാർഡ്, നന്ദന വൈൽഡ് കാർഡ്, ആ ഒരു രീതിക്കാണ് 71 ദിവസം കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ എല്ലാത്തിനും അഭിപ്രായം പറയുന്ന, എനിക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായമുണ്ട് എന്നുള്ള രീതിക്ക് തന്നെയാണ് അപ്സര പറയുന്നത്. അഭിഷേക് ശ്രീകുമാർ പറയുന്നത് വെച്ചാൽ യെല്ലോ കാർഡ് കിട്ടി, എനിക്ക് ഫസ്റ്റ് വീക്ക് തന്നെ യെല്ലോ കാർഡ് കിട്ടിയിട്ട് തുടർന്നുള്ള 4 നോമിനേഷനിൽ നിന്നാണ് ഞാൻ കയറി വന്നത്, ജനങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ട്, അതുപോലെ തന്നെ എല്ലാ ടാസ്കുകളിലും എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, പെർഫോമൻസ് ബേസ് നോക്കുകയാണെങ്കിൽ അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ ഇപ്പം ഉള്ളത് ലെവലാണ്. അതെ. പിന്നീട് സിജോ പറയുന്നതെന്ന് വെച്ചാൽ ഞാനിവിടെ സിമ്പതി പിടിച്ചു പറ്റാനൊന്നും നിന്നിട്ടില്ല എന്നുള്ള രീതിക്കാണ് പുള്ളി പറയുന്നത്. നന്ദന പറഞ്ഞ സ്ഥിരം കാര്യം തന്നെയാണ്, വീട് വെക്കാൻ എന്ന് പറയുന്ന ഒരു വീട് വെക്കൽ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. എന്തായാലും അപ്സരയ്ക്ക് 3 വോട്ടും അഭിഷേക് ശ്രീകുമാറിന് 4 വോട്ടും സിജോയ്ക്ക് 1 വോട്ടും നന്ദനയ്ക്ക് 0 വോട്ടും കിട്ടി അഭിഷേക് ശ്രീകുമാർ ഈ പറഞ്ഞ 1-ാം സ്ഥാനത്തേക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നേക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ബിഗ് ബോസ് മറ്റൊരു അനൗൺസ്മെന്റ് കൂടി നടത്തുകയാണ്. ഈ പറയുന്ന 11-ാം ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് ഈ പറയുന്ന അഭിഷേക് ശ്രീകുമാറിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതൊരു സമ്മാനം പോലെയാണ് കൊടുക്കുന്നത് ഈ ടാസ്കിലെ വിജയിക്ക്. അതെ. എന്തായാലും അഭിഷേക് ശ്രീകുമാറിന് ഈ പറയുന്ന നന്ദന പഴയ എക്സ് ക്യാപ്റ്റൻ ബാഡ്ജ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇതിന്റെ റാങ്കിങ് നമുക്കൊന്ന് നോക്കാം. 1-ാം സ്ഥാനം അഭിഷേക് ശ്രീകുമാർ, 2-ാം സ്ഥാനം ജിൻഡോ, 3-ാം സ്ഥാനം അർജുൻ, 4-ാം സ്ഥാനം ശ്രീതു, 5-ാം സ്ഥാനം ഋഷി, 6-ാം സ്ഥാനം സായി, 7-ാം സ്ഥാനം അൻസിബ, 8 റസ്മിൻ, 9 നോറ, 10 ജാസ്മിൻ, 11 സിജോ, 12 അപ്സര, 13 നന്ദന. അപ്പോ പിന്നീട് സിജോയും സായിയും തമ്മിൽ ഒരു സംസാരം ഉണ്ടാവുന്നുണ്ട്. കാര്യം ഇവര് 3 നല്ല കമ്പനിയാണല്ലോ, സിജോയും സായിയും നന്ദനയും. അപ്പോൾ ഇവര് തമ്മിൽ സംസാരം എന്ന് വെച്ചാൽ നന്ദന ആദ്യം പണപ്പെട്ടി എടുക്കണം, ഉള്ള പൈസയും കൊണ്ട് വീട്ടിൽ പോകണം എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പം ടാസ്ക് വരാൻ നേരത്ത് മറ്റൊരു രീതിയിൽ മാറ്റി പറഞ്ഞിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നോറ പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇത്രയും നാളായിട്ടും ഈ പറയുന്ന പലതരത്തിലുള്ള
അവാർഡുകൾ എന്ന് വെച്ചാൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന രീതിയിൽ ഈ പറയുന്ന പോരാളി അവാർഡും അതുപോലെ തന്നെ ഒരിക്കല് ഫസ്റ്റ് അടിച്ചപ്പോ ഏതോ ഒരു ടാസ്കിൽ ഫസ്റ്റ് അടിച്ചപ്പോ ചിപ്സ് കൊടുത്തായിരുന്നു. അതുപോലെ തന്നെ ലാലേട്ടൻ നേരിട്ട് ടീഷർട്ട് കൊടുത്ത കാര്യവും പറയുന്നുണ്ട്. സത്യത്തിൽ ടീഷർട്ട് നോറയ്ക്ക് വേണ്ടി അല്ല അന്ന് കൊടുത്തത്, അത് മറ്റൊരു കാര്യം. എന്തായാലും ഇതൊക്കെ കിട്ടിയിട്ട് കൂടി ഞാൻ ഇത്രയും ഏറ്റവും അവസാനമായത് നല്ല വിഷമമുണ്ട് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ആരടുത്ത്? അഭിഷേക് ശ്രീകുമാറിന്റെ അടുത്താണ് ഇത് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് ഇതൊരു ഗെയിമാണ്, എല്ലാരെയും പിന്നിലാക്കി എല്ലാരും മുന്നിലോട്ട് വരാൻ വേണ്ടിയുള്ള ഗെയിമാണ്, അപ്പൊ നീ ഇതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല, കയറി വരാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നോറ തന്നെ പറയുന്നുണ്ട് ഞാൻ എമോഷണൽ ആകാറില്ലല്ലോ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുമുണ്ട്. പിന്നീട് നന്ദനയും സിജോയും സായിയും തമ്മിൽ ഒരു ചെറിയ രീതിയിൽ ഈ പറയുന്ന പിണക്കം കണക്കുണ്ടാവുന്നുണ്ട്. കാര്യം ഈ പിണക്കം ഇനി വലുതാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഒരു പണപ്പെട്ടി, ഈ പറയുന്ന 1ാം റാങ്ക്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ആദ്യം പറഞ്ഞിരുന്നത് പെട്ടി മതി എന്നാണ്, ഇപ്പം പറയുന്ന 50 ലക്ഷം, ഈ പറയുന്ന 1ാം സ്ഥാനം ബിഗ് ബോസ് സീസൺ 6ന്റെ 1ാം സ്ഥാനത്തേക്ക് തന്നെ എത്തണമെന്നാണ് നന്ദൻ അഭിപ്രായപ്പെടുന്നത്. അതിന് ഈ പറയുന്ന അവർക്കാണ് പ്രശ്നം. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടല്ലേ കളിക്കാൻ വന്നത്. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഇപ്പോ നീ ഇപ്പം എന്റെ അടുത്ത് 10 ലക്ഷം രൂപയും കൊണ്ട് വീട്ടിൽ പോകുന്നല്ലേ പറഞ്ഞ, പിന്നെ നീ എന്തിനു 1ാം സ്ഥാനത്തിന് വേണ്ടി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നോക്കാം. ഈ പറഞ്ഞ പോലെ അഭിഷേക് ശ്രീകുമാറും ജാസ്മിനും തമ്മിലുള്ള സംസാരമാണ് പിന്നീട് ഉണ്ടാവുന്നത്. അവിടെയും ജാസ്മിന് വയറ് നിറച്ച് ഇലയിട്ടിരുത്തി എന്താണ് അഭിഷേക് ശ്രീകുമാർ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്താ പറയാ, ജാസ്മിൻ ഈ ഈ ഈ പറയുന്ന 1ാം സ്ഥാനം, ഈ റാങ്കിങ്ങിന്റെ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം അഭിഷേക് ശ്രീകുമാർ ഒരിടത്ത് ഇരിക്കാൻ നിർത്തി ജാസ്മിൻ അടുത്ത് വന്നിരുന്നിട്ട് പറയാണ്, അത് നൈസിന് തഞ്ചത്തിലും തരത്തിലും പറയാണ്, നിനക്ക് 1ാം സ്ഥാനം നൽകാൻ ഇപ്പൊ 1ാം സ്ഥാനത്താണല്ലോ നീ ഇപ്പൊ നിൽക്കുന്നത്, അതിന് നീ യോഗ്യനല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ ഇപ്പൊ ഫസ്റ്റ് ആകേണ്ട ഒരാളല്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ അഭിഷേക് പറയുന്നത് വെച്ചാല് ജാസ്മിന് ശരിയായി തോന്നുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ലല്ലോ എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പൊ അഭിഷേക് ശ്രീകുമാർ തന്നെ വീണ്ടും പറയുന്നത് വെച്ചാല് അച്ഛൻ വന്നിട്ട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്, അച്ഛൻ വന്നിട്ട് എന്തോ പറയാൻ വന്നു എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നുള്ള രീതിക്ക്. അപ്പൊ അഭിഷേക് ശ്രീകുമാർ തന്നെ പറയുന്നു അല്ലെങ്കിൽ വേണ്ട, സബ്ജക്റ്റ് വിടാം, നമുക്ക് ഈ വിഷയം മാറ്റാം എന്നുള്ള രീതിക്ക് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ അച്ഛൻ വന്നിട്ട് എന്താ പറഞ്ഞത് എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പൊ അഭിഷേക് പറയുന്നത് വെച്ചാൽ ഇമാതിരി തീട്ട കേസുകളൊന്നും ഞാൻ ഇനി പറയാൻ ശ്രമിക്കുന്നില്ല, പിടിക്കാൻ ശ്രമിക്കുന്നില്ല, താല്പര്യമില്ല. അതുപോലെ തന്നെ നിന്റെ ശരികൾ എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല. അതുപോലെ തന്നെ ആ കാര്യം അറിയാമല്ലോ, നിന്റെ ശരികൾ ഒരിക്കലും ശരിയായിട്ടില്ല എന്ന കാര്യം തിരിച്ചറിയേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞിരിക്കുകയാണെന്നുള്ള രീതി പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഭിഷേക് പറയുന്നത് വെച്ചാൽ നിന്റെ തീരുമാനങ്ങൾ എപ്പോഴും തെറ്റായിരുന്നു, എന്താ പറയാ, അതുകൊണ്ട് തന്നെ നിന്റെ അഭിപ്രായത്തിന് ഞാൻ ഒരു വിലയും ഒരു വാല്യൂവും നൽകുന്നില്ല എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറയുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ അഭിഷേക് പറയുന്നുണ്ട് ഇതിനെതിരായിട്ട് പറയുന്നുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്, നീ പറയുന്ന ഒന്നും ശരിയാവുന്നില്ലെന്ന്. പിന്നീട് ജാസ്മിൻ പറയുന്നത് വെച്ചാൽ എന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോ അഭിഷേക് പറയുന്നത് വെച്ചാൽ കുറച്ചല്ല, ഒരുപാട് തെറ്റുകൾ തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. ജാസ്മിൻ അപ്പോൾ അതിന് എതിരായിട്ട് പറയുന്നത് വെച്ചാൽ നിന്റെ കാഴ്ചപ്പാടിൽ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നിനക്ക് അങ്ങനെയൊക്കെ തോന്നിയെന്ന്. അപ്പോൾ അഭിഷേക് പറയുന്നത് വെച്ചാൽ എന്റെ കാഴ്ചപ്പാട് മാത്രമല്ല, ഇതൊക്കെ കാണുന്ന മറ്റ് പ്രേക്ഷകരുടെയും കാഴ്ചപ്പാട് മിസ്റ്റേക്ക് തന്നെയാണ് എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. അവരെല്ലാം ശരി തന്നെയാണ്, നീ മാത്രമാണ് തെറ്റെന്നുള്ള രീതിക്കാണ് പറയുന്നത്. സത്യത്തിൽ ഇതെല്ലാം ഈ പറയുന്ന അഭിഷേക് പറയാൻ കാര്യം എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് വന്ന് അനിയത്തിയും അച്ഛനും കൊടുത്ത ക്ലൂവിൽ നിന്നൊക്കെ ആവാനാണ് സാധ്യത. കാര്യം ഓൾറെഡി മാത്രമാണെന്ന് തോന്നുന്നില്ല. കാര്യം വൈൽഡ് കാർഡായിട്ട് 26ാം ദിവസത്തിൽ കയറി. തുടക്കത്തിൽ തന്നെ ഈ ജാസ്മിൻ ഗബ്രി കയറിയ കാര്യമൊക്കെ പുള്ളിക്കാരൻ അറിയായിരുന്നല്ലോ. അതെ അതെ, തീർച്ചയായും ഇവര് തന്ന ഹിന്ദും കൂടെ ആയപ്പോ ഇപ്പോഴും അങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. അതെ അതെ, ശരിയാണ്. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ നിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങളും മുന്നേ എടുത്ത തീരുമാനങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ജാസ്മിന്റെ മുഖം ഇങ്ങനെ എന്താ പറയാ, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇഞ്ചി അടിച്ച അണ്ണാനെ പോലെ ആവുന്നുണ്ട്. പിന്നീട് നടന്ന ഒരു സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു, ഈസ്റ്റേണിന്റെ ഒരു കുക്കിംഗ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുക്കിംഗ് പ്രോഗ്രാം. അപ്പൊ അതിനുവേണ്ടി ഈ പറയുന്ന സഹായികളെയും വിരുന്നുകാരെയും കുക്കിങ്ങിനുള്ള ആൾക്കാരെയൊക്കെ തിരഞ്ഞെടുക്കാം. ക്യാപ്റ്റനാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നത്. അത്യാവശ്യം എന്താ പറയാ, വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ബ്രാൻഡ് പ്രൊമോഷൻ ആണല്ലോ നമ്മളത്.
അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നീട് അർജുൻ മൈക്ക് ധരിക്കാത്തതിന് ബിഗ് ബോസ് പറയുന്നുണ്ട്, അർജുൻ മൈക്ക് ധരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അഭിഷേക് ശ്രീകുമാറും അൻസിബയും ഋഷിയും നോറയും തമ്മിൽ സംസാരിക്കുകയാണ്. അഭിഷേക് ശ്രീകുമാർ പറയുന്ന ഒരു കാര്യമാണ്, അൻസിബയുടെ ക്യാരക്ടർ അടിപൊളിയാണ്, നല്ലതായത് കൊണ്ടാണ് ഇത്രയും നാൾ ഇവിടെ പിടിച്ചു നിന്നത്, അല്ലായിരുന്നെങ്കിൽ എന്നേ പുറത്ത് പോയനെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. എന്റെ അനിയത്തി പറയുകയാണ്, അൻസിബേനെ പറ്റി പറയുകയാണ്, മാത്രം മതി എന്നല്ലേ? അതെ, അൻസിബ ഫയർ ആയാൽ മാത്രം മതി, ബാക്കി പുറത്തൊക്കെ ഓക്കെയാണ്. പുറത്തൊക്കെ ഓക്കെയാണെന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ജനങ്ങൾ സപ്പോർട്ട് ഉണ്ട്. ഈ പറയുന്ന ഇപ്പൊ ഈ കട്ടില് അല്ലെങ്കിൽ ഇപ്പൊ ഡൗൺ ആയിട്ടിരിക്കുന്നത് ഒന്ന് ഫയർ ആക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല എന്നുള്ള രീതിക്കാണ് അനിയത്തി അഭിഷേക് ശ്രീകുമാറിന് കൊടുത്ത ഒരു ക്ലൂ ആയിട്ട് അഭിഷേക് തന്നെ പറയുന്നത്. പിന്നീട് ഈ പറയുന്ന അർജുനും ജിൻഡോയും സിജോയും ഒക്കെ സംസാരിക്കുന്നതാണ്. ഈ പറയുന്ന സിജോ പറയുന്നത് വെച്ചാൽ നന്ദന നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ള മട്ടിലൊക്കെ സിജോ പറയുന്നുണ്ട്. അപ്പൊ അർജുൻ പറയുന്നതെന്ന് വെച്ചാൽ ഓവർ കമാൻഡിങ് പോലെ എനിക്ക് തോന്നി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. സായി പറയുന്നത് വെച്ചാല് അൻസിബ ഇപ്പോഴൊന്നും പോകത്തില്ല, അതുപോലെ തന്നെ ടോപ്പ് 5 വരാൻ ഉറപ്പുള്ള ഒരാൾ തന്നെയാണ് അൻസിബ എന്നുള്ള രീതിക്ക് സായി ഉറപ്പ് പറയുന്നുണ്ട്. അത് ഉറപ്പ് തന്നെയാണ്. കാര്യം അത്രയും പ്രേക്ഷക പിന്തുണ തന്നെ അൻസിബയ്ക്കുണ്ട്. പക്ഷെ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് എനിക്ക് തോന്നുന്നു ഇപ്പൊ അറിയാമായിരിക്കും എന്ന് തോന്നുന്നല്ലേ, പലതരത്തിലുള്ള ക്ലൂസ് ഒക്കെ കിട്ടിയിട്ട് അറിയാമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നീട് നടന്നത് നോറയും സിജോയും തമ്മിലുള്ള കുറെ വാക്ക് തർക്കം എന്ന് വെച്ചാൽ മൊത്തത്തിൽ സിജോ ട്രിഗർ ചെയ്യുന്നൊരു കാര്യമാണ് കണ്ടത്. സിജോ എന്തിനാണ് ഇങ്ങനെ നോറയെ ടാർഗറ്റ് ചെയ്യുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ശരിയാണ്. ഞാൻ നോറയെ ഞാൻ ഒരു പേഴ്സണലി ടാർഗറ്റ് ചെയ്യുമ്പോൾ സാഡിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ശരിക്കും സാഡിസ്റ്റ് എന്ന പദത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണ് വിളിക്കുന്നത് അറിയത്തില്ല. ഒരു സൈക്കോ എന്നുള്ള അർത്ഥത്തിലാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതെ, ഇതിൽ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിക്കുന്നുണ്ട് സിജോ. അപ്പോ സിജോ പറയുന്ന ഒരു കാര്യം വെച്ചാൽ വീട്ടുകാരെ ഉൾപ്പെടെ നീ പറ്റിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ നോറ ഭയങ്കരമായിട്ട് റൈസ് ആവുന്നുണ്ട്. വീട്ടുകാരെ പറ്റിക്കണോ, ഏത് വീട്ടുകാർ എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിജോ ഉടനെ വിഷയം മാറ്റിയിട്ട് പറയുന്നത് ഹൗസ് മേറ്റിനെയാണ് വീട്ടുകാരെന്ന് ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതെന്ന്. അത് വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷയമാവുമല്ലോ, വലിയ രീതിയിൽ ചർച്ചയാവുമല്ലോ. അപ്പൊ അതിനെ സിജോ നൈസിന് വഴിയെറ്റിച്ച് വിടുന്നുണ്ട്. സിജോ പിന്നീട് പറയുന്നത് വെച്ചാല് സിജോ ഉദ്ദേശിച്ചത് നോറയുടെ വീട്ടുകാരെ തന്നെയാണ്. അതെ, നോറയുടെ വീട്ടുകാരെ തന്നെയാണ്. ഇതിനു മുമ്പ് അത് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നിന്റെ വീട്ടുകാരെ നീ പറ്റിച്ചിട്ടില്ലെന്ന് സിജോ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, പുറത്തു പോണതിന് മുമ്പ്. ഈ ഒരു സംസാരത്തിനിടയിൽ രണ്ടാമതും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അത് പക്ഷെ നോറ ചോദിക്കുന്നില്ല. പിന്നെ സിജോ പറയുന്നത് വെച്ചാല് നോറ ഒരു സാഡിസ്റ്റ് ആണ്, മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോൾ സന്തോഷം കണ്ടെത്തുന്ന ഒരു സാഡിസ്റ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മറ്റേ അന്ന് ജാസ്മിന്റെ എന്തോ ഇഷ്യൂ ആണ്. പക്ഷെ അന്ന് ജാസ്മിന്റെ കേസിൽ അവള് അവള് മാത്രമല്ല പ്രേക്ഷകരെല്ലാവരും അന്ന് ചിരിച്ചു. അതെ, എന്ന് വെച്ചാൽ നന്ദനയും ജാസ്മിനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുന്ന സമയത്ത് നല്ല രീതിയിൽ നോറ അത് കണ്ട് ചിരിച്ചു എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ അന്ന് ജാസ്മിൻ ഒരുപാട് നോറയെ ദ്രോഹിച്ചിട്ടുള്ള സമയമാണ്. പക്ഷെ നമുക്ക് ആ സമയത്ത് ജാസ്മിൻ ആര് വഴക്ക് പറഞ്ഞാലും നമുക്ക് സന്തോഷം തോന്നുന്ന ഒരു സമയമായിരുന്നു. കാര്യം അത്രത്തോളം അവിടെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ. പിന്നീട് നടന്നത് ഒരു മീറ്റിംഗ് ആണ്. മീറ്റിംഗ് എന്ന് വെച്ചാൽ മീറ്റിംഗിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ടീമിനെ സ്പ്ലിറ്റ് ചെയ്യണ്ട, മറിച്ച് ഡ്യൂട്ടി മാറ്റി കൊടുക്കുക എന്നുള്ള രീതിക്ക്. എന്തായാലും പുതിയ ക്യാപ്റ്റൻ വരുമ്പോൾ സാധാരണ ഉള്ളതാ. അതെ, എന്തായാലും ഡെൻ ടീമിന് കുക്കിങ്ങും, ഡെൻ ടീം എന്ന് പറയുമ്പോൾ നന്ദന, റസ്മിൻ, ജിൻഡോ അതിൽ ക്യാപ്റ്റൻ ആവുന്നു. ടണൽ ടീമിന് വെസൽ ക്ലീനിങ്ങും സിജോയും സായിയും അപ്സരയാണ് ക്യാപ്റ്റൻ. നെക്സ്റ്റ് ടീമിന് ഫ്ലോർ ക്ലീനിങ് ആണ്, അർജുൻ, ഋഷി, ജാസ്മിൻ എന്നിവരാണ്. അതിൽ ഋഷിയാണ് ക്യാപ്റ്റൻ. പീപ്പിൾസ് ടീമിൽ ബാത്റൂം ക്ലീനിങ് ആണ്, നോറ, ശ്രീതു, അൻസിബ. അതിൽ ശ്രീതു ആണ് ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത്. ഇത്തരത്തില് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തെ 3 പേരിൽ 2 പേരാണ് നമ്മുടെ ജയിലിലേക്ക് പോവേണ്ടിയിരുന്നത്. പക്ഷെ അവരെ ഇന്ന് വിടുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അടുത്ത ദിവസം നമ്മുടെ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ചെറിയൊരു പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ക്ലിപ്പ് ദേഹത്ത് 50 ക്ലിപ്പ് നമ്മുടെ വസ്ത്രത്തിലും അതുപോലെ തന്നെ തലമുടിയിലും ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് ശരീരം ഇങ്ങനെ അനക്കി ഈ പറയുന്ന ക്ലിപ്പിനെ തെറിപ്പിച്ച് കളയുക. അതായിരുന്നു അവർക്കുണ്ടായിരുന്ന ഒരു ടാസ്ക്. അത് ഭയങ്കര ഫണ്ണിയൊന്നുമല്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രസമായിരുന്നു. പിന്നീട് ഈ പറയുന്ന പോലെ ജിൻഡോ ഉറങ്ങുന്നുണ്ട്, പട്ടി കുരയ്ക്കുന്നുണ്ട്. ജിൻഡോ പിന്നെ സമ്മതിക്കുന്നില്ല. അത് ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് തോന്നുന്നു 1-ാമത്തെയോ 2-ാമത്തെയോ 3-ാമത്തെയോ വീക്കിൽ പുള്ളി ഇത് കണക്ക് ഉറങ്ങിയായിരുന്നു. അന്നും അതേ കണക്കായിരുന്നു. എടാ ഞാൻ കണ്ണടച്ചില്ല,
ഞാൻ ജസ്റ്റ് അല്ല, ഞാൻ കണ്ണടച്ചതേ ഉള്ളൂ, ഉറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയാം. അത് നിനക്ക് ഓർമ്മയുണ്ട, എവിടത്തെ സ്മോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ കിടന്നില്ല, ഇങ്ങനെ ചാരി വെച്ചതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കള്ളമൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ക്യാമറയുടെ മുമ്പ് ഞാൻ ഉറങ്ങി, അവരുടെ താരതും പറയില്ല ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അതെ. പിന്നീട് ഈ പറയുന്ന പോലെ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ട്, ഒരു ഫണ്ണി ആയിട്ടുള്ള. എന്ന് വെച്ചാൽ ശ്രീതു ജിൻഡോയുടെ തലയിൽ വന്ന് ഇങ്ങനെ കൊട്ടിയിട്ട് പറയണം, ഇനി ഉറങ്ങരുത് എന്ന് പറയണം. അപ്പൊ ജിൻഡോ അതിന് മറുപടിയായിട്ട് പറയണം, ഇനി ഞാൻ ഉറങ്ങില്ല എന്ന് പറയണം. എന്തായാലും ഈ പറയുന്ന 71ാമത്തെ ദിവസത്തിന്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ജാസ്മിൻ ഒരുപാട് വയറ് നിറച്ച് കിട്ടിയെന്ന് തന്നെ പറയാം. കാര്യം ഈ എന്താണ്, ഈ വേലിയിരുന്ന പാമ്പിനെ എടുത്ത് എവിടെയോ വെച്ചെന്ന് പറഞ്ഞ കണക്കാണ് ഈ പറയുന്ന സിജോലിയെന്ന് മേടിച്ചതും. അതുപോലെ തന്നെ റാങ്കിങ് ടാസ്കില് ജാസ്മിൻ ബാക്കിയുള്ളവരെ പുറത്താക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്നതെന്ന് തോന്നുന്നു. അതെ, സത്യം എന്ന് വെച്ചാൽ എല്ലാ റാങ്കിന് വേണ്ടിയും പോയി അവിടെ ചെന്ന് മത്സരിച്ച് ഊക്ക് മേടിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ട. അഭിഷേകിന്റെ അടുത്ത് കുറെ സാധനങ്ങൾ മേടിച്ചു, സിജോയുടെ നിന്ന് കുറെ സാധനം മേടിച്ചു, ഒരാവശ്യവും ഇല്ലാതെ. എല്ലാ ടാസ്കും കഴിഞ്ഞിട്ട് അർജുന്റെ അടുത്ത് പോയി, അഭിഷേകിന്റെ അടുത്ത് പോയിട്ട് വീണ്ടും അവിടെ നിന്ന് ചൊറിഞ്ഞ് കൃത്യമായിട്ട് മേടിച്ച് വയറ് നിറച്ചിട്ടാണ് എന്തായാലും ജാസ്മിൻ മോളൂസ് ഈ 71ാമത്തെ ദിവസം അവസാനിപ്പിച്ചത്. എന്തായാലും ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ. ബൈ.